ഹലോ, ഷംബു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ വീടിനകത്തും പുറത്തും അലങ്കാരച്ചെടിയായിട്ട് വളർത്തുന്ന പല ഇലച്ചെടികളും ഹൈലി ടോക്സിക്കാണ്, പോയ്സണസ് ആണ്. അപ്പോൾ ആ ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് എൻ്റെ ഗാർഡനിലുള്ള ചെടികളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മളത് പറിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് നശിപ്പിക്കണമെന്നോ അല്ല പറയുന്നത്. നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രമാണ്. ഇത് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ ഓക്സലേറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്വെല്ലിങ്, ഡ്രൂലിങ്, അതുപോലെ ലോസ് ഓഫ് സ്പീച്ച് ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പോയ്സണസ് ആണ്. ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വായിലിട്ട് ചവയ്ക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ പറിക്കാനോ കളിക്കാനോ ഉള്ള അവസരം ഉണ്ടാകാതിരിക്കുക. നമ്മളാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊന്നും ഇല പറിച്ച് വായിലിടുകയില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ചെടിയുടെയൊക്കെ അടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ പരിസരം പറഞ്ഞിട്ട് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാവാം ഇതിൻ്റെ ഇല പറിച്ച് ചിലപ്പോൾ വായിലിട്ടൊന്ന് ചവയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിഷച്ചെടികളിൽ നമുക്ക് ആപത്തായിട്ട് വരുന്നത്. ചിലരുണ്ടല്ലോ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ കൂടുതൽ പുല്ലുള്ളിടത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത്രയും ഭാഗം ഈ സംസാരിക്കുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ ഭാഗം മൊത്തം സംസാരം കഴിയുമ്പോഴേക്ക് ക്ലീനാക്കി തരും. ഇത് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ്. ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇത് മൃഗങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഛർദി, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ കാൽസ്യം ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മനുഷ്യരിലും അത് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എൻ്റെ ഗാർഡനിലും ഉള്ളതാണ്. കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഹൈഡ്രേഞ്ചയുടെ ഹൈബ്രിഡ് വെറൈറ്റി വരെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ശ്വാസം മുട്ടൽ, വയറുവേദനയൊക്കെ നമ്മളിൽ ഉണ്ടാകാറുണ്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. ഇത് വളരെ ഭംഗിയുള്ള പൂക്കളുള്ള ചെടിയാണ്, പണ്ട് മുതലുള്ള ഒരു ചെടിയാണ്. ഇത് ഡംകെയിനാണ്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ ഗാർഡനിലുണ്ട്. ഇതിൻ്റെ തണ്ടിലൊക്കെയുള്ള കറ നമ്മുടെ കയ്യിൽ പറ്റിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗാർഡനിൽ പണിക്കിറങ്ങുമ്പോൾ ഒന്നേ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കുമ്പോഴൊക്കെ കഴിവതും നമ്മൾ ഗ്ലൗസ് ധരിക്കാൻ ശ്രദ്ധിക്കുക. കയ്യിലെ മുറിവുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഗ്ലൗസ് ധരിച്ചിരിക്കണം. കാരണം നമ്മളിപ്പോൾ മണ്ണൊക്കെ കൂട്ടി കിടക്കുമ്പോൾ ചാണകപ്പൊടിയൊക്കെ അതുപോലെ എല്ലുപൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറിവിൽ പറ്റാതിരിക്കാൻ ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൾ നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഡംകെയിൻ്റെ ഒരു കോമൺ വെറൈറ്റി, അതാണ് കൂടുതൽ പ്രശ്നക്കാർ. ഇത് നമ്മുടെ സിസി പ്ലാന്റ്. ഇതിൻ്റെ എല്ലാ ഭാഗവും ടോക്സിക്കാണ്. ഇത് കലേഡിയത്തിൻ്റെ ഭംഗിയുള്ള പല വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇതിൽ ഇലകളിൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഉള്ളിൽ ചെന്നാൽ ഛർദി, വയറിളക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇലകൾക്ക് വളരെ ഭംഗിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വീട്ടിൽ നമ്മുടെ ഗാർഡനിൽ വളർത്തുന്നത്. ഇനി അരളിച്ചെടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഇലയും പൂവും തണ്ടും എല്ലാം പോയ്സണസ് ആണ്. പീസ് ലില്ലി എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്, പക്ഷേ എല്ലാ ഭാഗവും ടോക്സിക്കാണ്. സ്നേക്ക് പ്ലാന്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്, എന്നാൽ മൈൽഡായിട്ട് ടോക്സിക് കണ്ടൻറ്റുള്ള പ്ലാന്റ് ആണ്. ഒന്നുകൂടി പറയുന്നു, ഇതൊന്നും നമ്മുടെ ഗാർഡനിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയണമെന്നല്ല പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, അതിനു വേണ്ടി മാത്രം.